ക്രിക്കറ്റ് ലീഗിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം ബിനു അടിമാലി ചേട്ടൻ. തൃശ്ശൂർ വാരിയേഴ്സിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ചേട്ടാ നമസ്കാരം. 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 വെരി 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 വെൽക്കം. സന്തോഷം. എങ്ങനെയുണ്ട് ഈ ഒരു തിരക്കിന്റെ ഇടയിൽ, അതായത് മിമിക്രി അതായത് തിരക്കാണ്, സിനിമയായിട്ട് തിരക്കാണ്. സോ അതിന്റെ ഇടയിൽ നിങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഒരു ക്രിക്കറ്റ് ലീഗ് നമുക്ക് ഇവിടെ ഭയങ്കര നിങ്ങൾക്ക് അവിടെ കണ്ടറിയാം അല്ലെ, ഭയങ്കര ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ യു ഫീൽ? ഞങ്ങളെക്കാളും തിരക്കുള്ള സിനിമാ നടന്മാരുണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. പക്ഷേ ആർട്ടിസ്റ്റുകൾക്ക് പൊതുവെ ഈ സ്പോർട്സ് ഇത്തിരി വഴങ്ങാത്തൊരു കേസാണ്. ആർട്ടിസ്റ്റുകൾ പൊതുവെ ഒരു മടിയുള്ളവരാ. പക്ഷെ ഇപ്പോഴത്തെ കലാകാരന്മാരെല്ലാവരും തന്നെ ഞങ്ങളുടെ മിമിക്രിയിലെ ഒട്ടുമിക്ക എല്ലാ ആളുകളും സ്പോർട്സുമായിട്ട് ഇപ്പോൾ ഇത്തിരി അവർ പ്രയത്നിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണിത്. വളരെ നല്ല സന്തോഷമുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഇതിൻ്റെ സംഘാടകർ, അതായത് നമുക്ക് ഒരു വൻ ഗ്യാങ്, ഇപ്പം സാജു ഉണ്ട്, മറ്റേ ഷാജോൻ ചേട്ടനുണ്ട്, പ്രചോദ് ചേട്ടനുണ്ട്, സാജു ചേട്ടനുണ്ട്, പിന്നെ ഇതിൻ്റെ വൻ ഒരു ഗ്യാങ്, അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഇതിങ്ങനെ ഇത്ര ഭംഗിയായിട്ട് പോണത്. അപ്പം എല്ലാം കേൾക്കേണ്ട, എല്ലാം നല്ല രീതിയിലാണ്. നമ്മൾ ഇവിടെ വന്ന് ഞാനൊക്കെ ഇതിൽ സ്പോർട്സിൽ ഇത്തിരി പുറകോട്ടാ. ആക്സിഡന്റിനൊക്കെ ശേഷം കാല് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ മാക്സിമം അത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രിപ്പറേഷൻസ്, അതായത് ഇപ്പം ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സസൈസോ പ്രിപ്പറേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ വരാൻ വേണ്ടിയിട്ടില്ല. നാളെ കിട്ടണ സമയം നാളെ രാത്രി പ്രോഗ്രാമോ ഷൂട്ടിങ് ഓവറായിട്ട് താമസിച്ചാൽ വരുവാണെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്കൗട്ട് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഇത് കണ്ടിട്ട് നോക്കണ്ട, ചെറിയ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്, നോക്കണ്ട. വയറങ്ങനെ പെട്ടെന്ന് കുറയില്ല. ഞങ്ങള് ഫ്ലെക്സിബിൾ ആയാൽ മതിയല്ലോ, ബോഡി ഫ്ലെക്സിബിൾ ആയാൽ മതിയല്ലോ, ഫിസിക്ക് ഇങ്ങനെ ഇരിക്കണം എന്നില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത മെമ്മറീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞങ്ങൾ മിമിക്രി വരുന്നതിന് മുമ്പ് ചെറുപ്പകാലത്ത് നമ്മളെല്ലാം ആമ്പിള്ളേരെല്ലാം ഇങ്ങനെ ആയിരിക്കുമല്ലോ, ക്രിക്കറ്റ് കളി, ഫുട്ബോള് ഇവ കളികളൊക്കെ ആയിരിക്കും. അതിന്റെ ഉള്ളിലുള്ള ഒരു ഗൃഹാതുരത്വം കൂടി ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കുവെക്കാൻ പറ്റുക. അന്ന് ഓടി നടന്ന് കളിച്ചതും ചെറുപ്പത്തിൽ ഓടി നടന്ന് കളിച്ചതും പിന്നെ എല്ലാം നമ്മളറിയുന്ന കൂട്ടുകാരൊക്കെ അല്ലേ. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ത്രില്ലിങ്ങിൽ അതാണ് ഇവിടെ ഷാജോൻ ചേട്ടനൊക്കെ, അവരൊക്കെ സിനിമയിൽ ഒരുപാട് തിരക്കുള്ള ആളുകളായി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എല്ലാവരും ഉണ്ട്. അപ്പം അവരും ഈ വന്നേക്കുന്നത് പഴയകാല ഓർമ്മകളും ഇതിന്റെ പിന്നെ മിമിക്രിയിൽ നിന്ന് പോയിട്ടും ആ മിമിക്രിയിലൂടെ വന്നതിന്റെ ഒരു ഗൃഹാതുരത്വം ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവരിപ്പോഴും. സിദ്ദിഖ് സാറും ഉൾപ്പെടെയുള്ള ആളുകൾ, ലാൽ സാറും അടക്കമുള്ള ആളുകൾ, ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ മിമിക്രിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം അവിടെ നിന്നാണല്ലോ നമ്മള് ഇങ്ങനെ ഇതിലേക്ക് എത്തിയത്. കാര്യമല്ല ആളുകൾക്ക് ഒരു തമാശ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെത്രത്തോളം മേളിൽ എത്തിയാലും ഉള്ളിന്റെ ഉള്ളിലൊരു മിമിക്രിക്കാരൻ കിടപ്പുണ്ട്. പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും ഒക്കെ കൂടെ ബ്ലഡിൽ ഇച്ചിരി മിമിക്രി കലാകാരന്മാരങ്ങനെ കിടക്കണോണ്ട് അവരെല്ലാരും ഹാപ്പി ആയിരിക്കും. ഇങ്ങനെ ഇനി ചേട്ടന്റെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഞാനൊന്ന് UK പോയേക്കായിരുന്നു. പിന്നെ ആട് 4 ഉണ്ട്. പിന്നെ 2-3 പടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. UK എന്തിനു പോയി? UK ഞങ്ങള് പിന്നെ നമ്മുടെ പെരുന്നാൾ, ഈസ്റ്റർ വിഷു, അവിടെ ആ സമയത്ത് ഈസ്റ്റർ വിഷുവിന്റെ ഫംഗ്ഷൻ നടക്കും മലയാളി അസോസിയേഷന്റെ. അപ്പൊ അതിന് മുമ്പ് പോയായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പ് പോയായിരുന്നു. ഇനിയിപ്പോ ഓണത്തിന് പോകുന്നുണ്ട്. സിനിമകള് ഇപ്പം ആട് 3 ആട് 4 ഉണ്ട്. പിന്നെ രണ്ടെണ്ണം അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഷാർമാജിക്ക് അന്ന് ചെയ്യുന്ന സമയത്ത് എന്നും എല്ലാ ആഴ്ചയിലും ഷൂട്ടുണ്ട്. അപ്പൊ നമ്മള് അത്യാവശ്യം വർക്കുണ്ടല്ലോ, പിന്നെ മടിയുടെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വർക്കുള്ളതുകൊണ്ട് വർക്കും ഷാർമാജിക്കല് നല്ല രീതിയിൽ പോകുമ്പോ ചാനലും അതുപോലെ സ്റ്റേജ് ഷോകളും പിന്നെ ഇനോഗ്രേഷനും ഗൾഫ് ട്രിപ്പ് ഇതങ്ങനെ എല്ലാം വന്നു കഴിയുമ്പോ നമ്മള് പിന്നെ നമ്മളെ ചാൻസ് ചോദിക്കാൻ പോകില്ല. അപ്പൊ എല്ലാം ഒരു ദൈവാധീനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് പോയില്ല, സിനിമയുടെ നമ്മൾ തിരക്കി പോയില്ല. ഇനി ഒന്ന് ഊർജിതമായിട്ട് സിനിമ ഒന്ന് കിട്ടാൻ ശ്രമിക്കണം. അപ്പൊ ഒത്തിരി സന്തോഷം, നന്നായിട്ട് കളിക്കണം. പിന്നെ അതുപോലെ ഒരുപാട് തിരക്കായിട്ട് പോട്ടെ പ്രോജക്ട്സ് ഒക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും തീർച്ചയായിട്ടും എല്ലാവിധ വിജയാശംസകളും.